നമസ്കാരം. മെഷീൻ എംബ്രോയിഡറി സ്റ്റിച്ചസ് ട്യൂട്ടോറിയലിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റൗണ്ട് സ്റ്റിച്ചും കോഡിങ്ങും ആണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഉഷയുടെ ജനോം സീരീസിൽപ്പെട്ട വണ്ടർ സ്റ്റിച്ച് മെഷീൻ ഉപയോഗിച്ചാണ്. ഉഷയുടെ ജനോം സീരീസിൽപ്പെട്ട മെഷീൻ ഉപയോഗിച്ച് സ്റ്റിച്ചസ് ഒന്ന് ചെയ്യാൻ പലരും എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ മെഷീൻ ഉപയോഗിച്ച് സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഡിസൈൻ. സാധാരണ മെഷീൻ ഉപയോഗിച്ച് സ്റ്റിച്ചസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു അവസരത്തിൽ നമുക്കിത് ചെയ്യാം. ശരി, നമ്മൾക്ക് ചെയ്യാം. പ്രഷർ ഫൂട്ട് ഊരി വെച്ചിട്ടുണ്ട്. ഡിസൈൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെയുള്ള ഒരു പേപ്പർ ഡിസൈൻ്റെ അടിയിൽ വെച്ച് തയ്ക്കുന്നുണ്ട്. ഔട്ട്ലൈൻ ഒന്ന് തയ്ക്കാം. ആദ്യം റൗണ്ട് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് കുറച്ച് മെഷീൻ സെറ്റിങ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലൂ കളറിലുള്ള നൂലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ലെങ്ത് 2ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ തയ്ക്കുമ്പോൾ സെറ്റ് ചെയ്യുന്ന അതേ ലെങ്ത് സെലക്ട് ചെയ്യണം. സെലക്ടർ എ സെലക്ട് ചെയ്തു. എയിലാണ് സിഗ്സാഗും റണ്ണിങ് സ്റ്റിച്ചും കിട്ടുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ളത് റണ്ണിങ് സ്റ്റിച്ച്, അതായത് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ്. അതുകൊണ്ട് എ സെലക്ട് ചെയ്തു. അതാ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെ സെലക്ട് ചെയ്യണം. ടെൻഷൻ 2. ഫീഡ് ഡോഗ് ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ട്. പ്രഷർ ഫൂട്ട് ഊരി വെച്ചിട്ടുണ്ട്. നീഡിൽ സൈസ് 14. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സൈസ് തന്നെയാണ് 14. ഞാൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ മറ്റ് നീഡിലുകൾ സാധാരണ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഓർഡിനറി ക്ലോത്ത് അധികം തിക്നെസ് കൂടിയതോ കുറഞ്ഞതോ ഒന്നുമല്ല. ജോർജറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നീഡിൽ സൈസ് കുറയ്ക്കണം. ജീൻസ് പോലെയുള്ള കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നീഡിൽ സൈസ് കൂട്ടണം. ഇതൊരു സാധാരണ തുണിയായതുകൊണ്ട് 14 തന്നെ ഉപയോഗിച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നീഡിൽ സൈസ് എത്രയാണെന്ന്. ഇത്രയേ ഉള്ളൂ സെറ്റിങ്സ്. ഇങ്ങനെ വളരെ സാവധാനം റൗണ്ടായി ചെറിയ റൗണ്ടുകളായിട്ട് ഇതുപോലെ ചെറിയ റൗണ്ടുകൾ നമുക്ക് തയ്ച്ച് ഉണ്ടാക്കാം. റണ്ണിങ് സ്റ്റിച്ചിലാണ് ചെയ്യുന്ന സെറ്റിങ്സിൽ ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ വളരെ സാവധാനം കൂപ്പിങ്ങനെ വട്ടത്തിന് സ്റ്റിച്ച് വളരത്തക്ക രീതിയിൽ ഇങ്ങനെ നീക്കി റൗണ്ടായിട്ട് റൗണ്ട് ഷേപ്പിൽ കറക്കി കൊടുക്കും. നമ്മൾ കൈകൾ ഉപയോഗിച്ച് തന്നെയാണ് ഹൂപ്പിനെ ഇങ്ങനെ പതുക്കെ ചലിപ്പിച്ച് കൊടുക്കേണ്ടത്. ഇത് തയ്ച്ച് കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ള സ്റ്റിച്ചാണ്. ഡിസൈൻ ഫില്ല് ചെയ്യാൻ വളരെ നല്ല ഒരു സ്റ്റിച്ചാണ് റൗണ്ട് സ്റ്റിച്ച്. വളരെ എളുപ്പമാണ് ചെയ്യാൻ. ചെറിയ റൗണ്ട്സ് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാകുന്നത്. വലിയതും ചെയ്യാം, ഓരോ ഡിസൈൻ അനുസരിച്ച്. നമുക്ക് കുറച്ച് ഷെയ്ഡ്സ് കൊടുക്കാം.
ആദ്യമായിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് കോഡിംഗ് ആണ്. അതിൻ്റെ മെഷീൻ സെറ്റിങ്സ് നോക്കാം. ലെങ്ത് നമുക്ക് 2 സെറ്റ് ചെയ്യാം. സെലക്ടർ എ തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് 6 ആഗ് സ്റ്റിച്ചാണ് കിട്ടേണ്ടത്. 6 എയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് കിട്ടും. എന്നാൽ നമ്മൾ വളരെ ചെറിയ സിക്സാഗാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. സിക്സാഗ് തുടങ്ങി രണ്ടാമത്തെ സ്റ്റിച്ച്. കാരണം ഞാൻ ചെയ്യുന്ന കോഡ് ട്വൈനാണ്. ഇത്രയും തിന്നായിട്ടുള്ള ട്വൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെറിയ ലെവലിൽ സെറ്റ് ചെയ്യുന്നത്. അല്ല, കുറച്ച് വലിയ കോഡാണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചുകൂടെ മാറ്റി സെറ്റ് ചെയ്യാം. കോഡ് നമ്മൾ തയ്ച്ച് കഴിയുമ്പം കോഡ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. എന്നാൽ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ചെറിയ വിഡ്ത്തിൽ തന്നെ തയ്ച്ചെടുക്കണം. ഇതാണ് കോഡിങ്ങിനായിട്ടുള്ള സെറ്റിങ്സ്. ടെൻഷൻ 2. നമുക്ക് കോഡിങ് തുടങ്ങാം. ട്വൈൻ അല്ലെങ്കിൽ കോഡ് ഇതുപോലെ ബോർഡറിൽ വെച്ച് സൂചി ട്വൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും എത്തത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഒരു സ്റ്റിച്ചിൻ്റെ അകലം, ലെങ്ത്ത് നമ്മൾ തന്നെയാണ് ക്രമീകരിക്കുന്നത്. നമ്മൾ 2 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെയാണ് സൂചി സ്റ്റിച്ച് വരേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കൈകൊണ്ട് പതുക്കെ നീക്കി, ഹൂപ്പ് നീക്കി കൊടുത്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഞാൻ എടുത്തിരിക്കുന്നത് ട്വൈൻ ആയതുകൊണ്ട് വളരെ അടുത്ത് തന്നെയാണ് സ്റ്റിച്ച് വരുന്നത്. അതുകൊണ്ട് അതുപോലെ കനം കുറഞ്ഞ കോഡാകുമ്പോൾ ഇതുപോലെ അടുപ്പിച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം. കോഡിങ് ഓർഡിനറി മെഷീനിൽ ചെയ്ത ഒരു ട്യൂട്ടോറിയൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉഷ ജനോം സീരീസിലുള്ള മെഷീനിൽ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ റൗണ്ട് സ്റ്റിച്ചിനോടൊപ്പം തന്നെ കോഡിങ്ങും ചെയ്തത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ടും ട്യൂട്ടോറിയലുമായിട്ടും കടന്നു വരാം. വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.